ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നതില് പിന്നെ പിന്നെ ലൈഫിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നതല്ല റിയാലിറ്റി എന്നുള്ളത്. അതിലൊരു കാര്യമാണ് ഈ മെച്യൂരിറ്റി. ഈ മെച്യൂരിറ്റി അല്ലെങ്കിൽ മെച്യൂർഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് അവരെപ്പോഴും എന്താണ്, നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും. അവരുടെ ലൈഫിൽ അല്ല, അവരുടെ ലൈഫിൽ അവര് എന്താ എപ്പോഴും ഭയങ്കര ഡീസൻസി കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ചൈൽഡിഷ് എന്നുള്ള ഒരു ക്യാരക്ടർ കാണത്തില്ല. അവരങ്ങനെയൊന്നും ബിഹേവ് ചെയ്യത്തില്ല. എന്താ എപ്പോഴും ഒരു കാമായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇങ്ങനെയൊക്കെയാണ്. ചിലരെങ്കിലും ഞാൻ വിചാരിച്ചതുപോലെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവാം. പിന്നെ പിന്നെയാണ് ലൈഫ് എന്നെ പഠിപ്പിച്ചത് അങ്ങനെയല്ല കാര്യങ്ങള്. വേറൊരു കാര്യമുണ്ട്. നമ്മൾ പറയും ഏജ് വെച്ചിട്ടും മെച്യൂരിറ്റി, ഇനി നീ എന്താണ് കുറച്ചുകൂടെ ഏജ് ആയാലും നീ മെച്യൂർഡ് ആവുള്ളൂ എന്ന് പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചില സിറ്റുവേഷനിൽ ഇവനൊരു കുഞ്ഞു കുട്ടിയിൽ പോലും നമ്മൾ പറയാറില്ലേ, ഇവൻ ഇത്ര ഏജല്ലേ ഉള്ളൂ എന്നിട്ട് ഇവൻ എന്ത് മെച്യൂർഡ് ആയിട്ടാണ് പെരുമാറുന്നത്. നമ്മൾ ഈ പറയുന്ന ചൈൽഡിഷ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ചിലപ്പോൾ മെച്യൂരിറ്റി ചില സിറ്റുവേഷനിൽ കാണിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് നടന്നതുകൊണ്ടോ എല്ലാവരെ കൊണ്ടും മിസ്റ്റർ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നടക്കുന്നത് എന്ന് പറയിച്ചത് കൊണ്ടോ നമ്മൾ മെച്ചുവേർഡ് ആയ ഒരു വ്യക്തി ആയി മാറുന്നില്ല. ചില സിറ്റുവേഷൻസിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന രീതി അത് നമുക്ക് മനസ്സിലാക്കി തരും. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞെങ്കിലും നമ്മൾ അറിയും. നമ്മൾ അപ്പോൾ അവിടെ മെച്ചുവേർഡ് ആയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്.